ഓ വെയിലെല്ലാം കൊണ്ട് നീ ശരിക്കും വളർന്നാ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അമ്മയാണെന്നല്ല അമ്മ എന്നെ കളിയാക്കിയപ്പോ കൂടെ ചിരിക്കുവാ. നീ എവിടെ തെണ്ടാൻ പോയി? തെണ്ടാൻ പോയതല്ല, നിന്റെ 16 അടി എതിർത്ത് പോയതാടാ. ഇതൊക്കെ എന്റെ തല കയറുന്നേ. അവക്ക് വട്ട് വേറെ എന്തെന്ന്? ആ അമ്മയുടെ അല്ലേ മോള്, പിന്നെ വട്ടളകാതിരിക്കോ? അങ്ങനെയാകും നിനക്കും വട്ടള കണ്ടടാ, നീ എന്റെ മോനല്ലേ. അല്ല ഈ വട്ടന് ഇപ്പൊ എന്തോ കാര്യം, രാവിലെ മരുന്നൊന്നും കൊടുത്തില്ലേ? എടാ നമ്മുടെ കുടുംബശ്രീയിൽ ഒരു പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്, അതിന് ഫോം ഒന്ന് പൂരിപ്പിക്കണം, അതിന് വേണ്ടിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്. വലിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് നാണമില്ലേ? ഒരു ഫോം പൂരിപ്പിക്കാൻ പോലും അറിയത്തില്ലേ? ഫോം പൂരിപ്പിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ലട സഞ്ജു. ഇന്നാൾ ഇതേപോലെ ഒരു ഫോം പൂരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പൊ മോഹിനി ഉണ്ടായിരുന്നു അവിടെ, അവളെ മകളെയും കൊണ്ട്. അവർ ഇംഗ്ലീഷിൽ ഫോം പൂരിപ്പിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ ഈ പ്രാവശ്യം ഞാനും ഇംഗ്ലീഷിൽ പൂരിപ്പിക്കാലോ വിചാരിച്ച ഇവളെയൊന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു ജാട ആയിക്കോട്ടെ വിചാരിച്ചു. നാളെ രാവിലെ തൊട്ട് അച്ഛമ്മനോടെ പൊക്കോ ബാഗ് നോക്കി, മറ്റേ സാക്ഷരതാ ക്ലാസ്സിൽ പോയിരുന്നു പഠി ഇംഗ്ലീഷ് പൂരിപ്പിക്കാനും എഴുതാനും ഒക്കെ. നീ പോയടാ, എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയും. അപ്പൊ ഒരു ഫോം പൂരിപ്പിച്ചതിന്റെ ചാട്ടാണ് അവളിപ്പോ ചാടിയിട്ടാൻ കയറിപ്പോയ അകത്തോട്ട്. അതൊന്നല്ല. പിന്നെ എടാ ഇവള് ഈ ജോലിയൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അവിടെ പോയപ്പോ ഗീത 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ മൂടും വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചാടി അങ്ങ് പോയത്. ഈ കൂടോത്ര പെണ്ണുമ്പളൊക്കെ എന്തിന്റെ സോക്കേടാ എല്ലാവരുടെയും മെക്കിട്ട് കാരണം. അവൾക്ക് അവളുടെ ചെലവിന് നോക്കണ്ടല്ലോ ഈ പെണ്ണുമ്പള. ചുമ്മാ എനിക്ക് അവിടെ ഫെയിൽ ആകുമ്പോൾ ദേഷ്യം വരും. എടാ കൂടോത്ര ഗീത എന്ന് പറയാൻ പാടണ്ട, മുതിർന്നവരെ അങ്ങനോട് സംസാരിക്കാൻ പാടണ്ടടാ. എന്റെ പെങ്ങന്മാരെ ചോദിച്ചാൽ ഞാൻ ആരെ തെറി പറയും. അങ്ങനെ നീ പറയൂടാ? അങ്ങനെ നീ പറയോ? ഇനി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച ഇതേപോലെ നിന്നെ ഞാൻ വലിച്ചെറിയും, സൂക്ഷിച്ചോ. കണ്ടെങ്കിൽ അവരുടെ കൂടോത്രം തന്നെ അച്ഛൻ പറഞ്ഞത് ശരിയാ. ഈ ചെടി എന്തോ തെറ്റിയതമ്മ, ഇത് എത്ര വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചെന്നറിയാവോ? ഗീത പെണ്ണുമ്പോൾ ഓർമ്മ ഈ വിഴി തോരില്ലല്ലോ തേങ്ങ. അമ്മേ ഇതിന് സാരമില്ല, വേണിച്ചാ ഞാൻ ശരിയാക്കും. Once there was a tree, there was a little boy too. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും വയസ്സായിട്ട് ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്നു. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്നു. 500 വയസ്സുള്ള അച്ഛമ്മേ, ഒന്ന് മെല്ലെ പാടാവോ? എനിക്ക് പഠിക്കാനുണ്ട്. നീ പഠിച്ചോ, എനിക്ക് പഠിക്കണ്ടേ? 500 അച്ഛമ്മേനെ കുന്ത്രാണം കേട്ടിട്ട് എനിക്ക് ഫോക്കസ് കിട്ടില്ല അച്ഛമ്മേ. ഇത്രയും വയസ്സായിട്ടാണ് 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ പേപ്പറൊക്കെ പഠിക്കണം. അല്ലമ്മേ, അമ്മയുടെ ഒച്ചയും ബഹളം അങ്ങ് റോഡ് കേൾക്കുന്നല്ലോ. ഇടി കേക്കട്ടടി എല്ലാരും. ഞാൻ പഠിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ അറിയണ്ടേ? അതല്ല എനിക്ക് ഒച്ചയ്ക്ക് പഠിച്ചാലും തലേക്കുറുള്ളൂ. എടാ പുണ്ണി, എനിക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിച്ചൂടെ? അച്ഛമ്മക്ക് പഠിച്ച് കളക്ടർ ഉദ്യോഗമെല്ലാം മേടിക്കാനുള്ളതാ മോനെ. അതെ, എനിക്ക് കളക്ടർ ഉദ്യോഗം വാങ്ങണോടി. കുശുമ്പ് നോക്കിക്കേ, എക്സ്പയർ ഡേറ്റ് ആവാനായി, എന്നിട്ട് പൂതി കൊള്ളാം. നീ ചിരിക്കുന്നേ? അല്ല, അച്ഛമ്മയെ അടുത്ത് തട്ടും എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. എനിക്കതൊക്കെ മനസ്സിലായി. ഈ പഴുത്തല വീഴുമ്പോഴേ പച്ചലയ്ക്ക് അങ്ങനെ തോന്നും, ചിരിക്കും ഓട്ടിരുന്നുണ്ട്. അവർക്കും ഈ കാലം വരുമെന്ന് അവരൊന്നും ചിന്തിക്കത്തൊന്നുമില്ല. അത് അമ്മ ആരെ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ലേ ആരെ ഉദ്ദേശിച്ചെന്ന്? അതിനിപ്പോ ചിരിച്ചത് എലിയോ പോകുന്നല്ലോ, ഞാനല്ലേ ചിരിച്ചേ. പഠിക്കാനും സമ്മതിക്കില്ല, 2 കൂടെ വന്നിരിക്കുക. എടാ പുണ്ണി, എനിക്ക് കുറെ പഠിക്കാനില്ലേ? ഈ മാസം ആനുവൽ എക്സാം അമ്മ. കേട്ടല്ലോ, അവന് കുറേ പഠിക്കാനുണ്ട്. അവൻ ഇവിടെ ഇരുന്ന് പഠിക്കട്ടെ. എനിക്കും കുറെ പഠിക്കാനുണ്ട്, എനിക്കും ഇവിടെ ഇരുന്ന് പഠിക്കണം. സാധാരണ അവനല്ലേ അമ്മ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. അമ്മ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കേ. എനിക്ക് സൗകര്യം ഇല്ലെന്നേ. അച്ഛമ്മയ്ക്ക് ഇവിടെ ഇരുന്നാലേ തലേ കയറുള്ളൂ. നീയോട് തർക്കുത്തരം പറയാനാടാ? അല്ല, ഞാനൊരു സ്റ്റുഡന്റ്, അച്ഛമ്മ ഒരു സ്റ്റുഡന്റ് അല്ലേ? അപ്പൊ എനിക്ക് ഇത് മാത്രല്ല അതിന്റെ അപ്പുറം കൊണ്ടോടി നിന്റെ ചെറുക്കൻ്റെ ഒരു വിളയാട്ടം. അവൻ ചെറിയ കുട്ടിയല്ലേ അമ്മ, അവൻ അങ്ങനെ എന്തെങ്കിലും വായി തോന്നിയത് പറഞ്ഞെന്ന് കരുതി. ചെറിയ കുട്ടിയുടെ വായിന്ന് വരുന്നാണോടി അവനിപ്പം ഇങ്ങോട്ട് തള്ളി വിട്ടത്? അച്ഛമ്മ എന്റെ സ്വത്തല്ലേ, ഒന്ന് പോയിട്ട് എനിക്ക് പഠിക്കാനുണ്ട്. കൊച്ചുങ്ങളെ വളർത്തുന്ന മര്യാദയ്ക്ക് വളർത്തണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വലുതാവുമ്പോ അല്ലേ, അതപ്പം നോക്കാം നമുക്ക്. ഓ, വലുതാകുമ്പോ നോക്കും. നീ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന അതാ കൊച്ചിങ്ങനൊക്കെ പറയുന്നത്, അല്ല വേറൊന്നും അല്ല. ഇത്ര പ്രായമായുള്ളൂ, അത് എന്നോട് ആരാൻ തല പറയുന്നു, ഞാൻ ചാവണമെന്ന് പറയുന്നു. എന്തുവാടി ഈ ലോകത്ത്? ഇവിടെ നാട്ടുകാർ പിള്ളേരൊക്കെ വളരുന്നുണ്ട്, ഇങ്ങനത്തെ തലതെറിച്ച പിള്ളേരൊന്നും അല്ല. പഠിക്കാനും സമ്മതിക്കില്ല. പള്ളിക്കൂടത്ത് പോയി ഞാൻ ഇനി എന്നാ പറയും? അല്ല, ഇവിടെ വളർന്ന 3 പിള്ളേര് വേറെ ഉണ്ടല്ലോ അമ്മേ, അപ്പൊ അവരെങ്ങനെയാ ഇപ്പം? അതുങ്ങളും കണക്കാ. പിന്നെ ആ ഇച്ചിരിയെങ്കിലും സ്നേഹമുള്ള ആ കൃഷ്ണക്ക എന്നോട്
ആ ഏതെങ്കിലും ഒരാൾക്കുണ്ടല്ലോ. ആ, അതെ അത് നിന്റെ ഗുണമല്ല നീ അത് എടി അവൾ എന്റെ മോളാടി, എന്റെ അടി കുഞ്ഞ്, എന്റെ ചെറുക്കന്റെ മോളാടിയത്. അത് നല്ല രീതിയിലേ വരുള്ളൂ. ചെറുക്കൻ മാത്രം അങ്ങനെ വിചാരിച്ചാൽ മോള് വരുവോ? ഈ ചെറുക്കൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ വായിന്നെല്ലാം കേൾക്കുക. ആ അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഇത് ഇങ്ങോട്ടും പറയാൻ പാടില്ല. ഇല്ലെങ്കിൽ നീ എന്നെ അന്വേഷിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. ആ ചെയ്യും. ചെറുക്കൻ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ പറയാം അല്ലേ? ചെറുക്കൻ ഇരുന്നപ്പോ എന്നടിയാ പറഞ്ഞത്? പറഞ്ഞിട്ട കാരണം നീ ആ ചെറുക്കൻ ഇരുന്നപ്പോ എന്നാ എന്നോട് പറഞ്ഞു? എന്റെ കുഞ്ഞാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാത്തൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോടി കുഞ്ഞെ? പിന്നെ എന്റെ കുഞ്ഞല്ലാണ്ട് നാട്ടിലുള്ള ആളെ കുഞ്ഞാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവള് പ്രസവിച്ചെന്നേ ഉള്ളു, വളർത്തിയതൊക്കെ ഞാനാ കഷ്ടപ്പെട്ടത്. ഓ അവള് പ്രസവിച്ചതിന്റെ കണക്കും പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞാന്ന് കഷ്ടപ്പെട്ടത് മുഴുവൻ ഞാനാ. ഞാൻ ഇതുവരെ കഴിച്ച ഭക്ഷണം അമ്മ ഞാൻ അവിടെ പോയിരുന്ന അങ്ങനെ പറഞ്ഞോളാം. അപ്പൊ 90 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാറും വയസ്സാം കാലത്ത് ഓരോ പൂതി. ആ പൂതിയാ. 90 വയസ്സായി നിങ്ങക്ക്. അമ്മ പാല് പാലല്ല, മര്യാദക്ക് പഠിച്ചോണ്ടാ ഇവിടെ ഇരുന്നിട്ട്.